നമസ്കാരം. പത്മരാജൻ സീരീസിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വർഷം 1983. പത്മരാജൻ IV ശശി കൂട്ടുകെട്ടിൽ ഒരു പുതിയ സിനിമ വരുന്നു. സിനിമയുടെ പേര് കൈകേയി. സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ശ്രീവിദ്യ, പ്രതാപ് പോത്തൻ, പൂർണിമ ജയറാം, രാധിക ശരത് കുമാർ എന്നിവരാണ്. നമുക്കറിയാം, ഭാരതിക ഇതിഹാസമായ രാമായണത്തിലെ ഒരു സ്ട്രോങ് ക്യാരക്ടറാണ് കൈകേയി എന്ന കഥാപാത്രം. അയോധ്യ ഭരിച്ചിരുന്ന ദശരഥ മഹാരാജാവിൻ്റെ 3 ഭാര്യമാരിൽ രണ്ടാമത്തെ ആളാണ് കൈകേയി. അതായത് രാമായണത്തിലെ കൈകേയി എന്ന കഥാപാത്രത്തെ ബേസ് പ്ലോട്ട് പിടിച്ചുകൊണ്ടാണ് ശരിക്കും കൈകേയി എന്ന സിനിമ പത്മരാജൻ എഴുതിയിരിക്കുന്നത്. ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഒറ്റപ്പെടലും പ്രശ്നങ്ങളും അവൾ അനുഭവിക്കേണ്ടി വന്ന യാതനകളുടെയും സമ്മർദ്ദങ്ങളുടെയും കഥ വളരെ ബ്യൂട്ടിഫുള്ളായി കൈകേയി എന്ന സിനിമയിൽ കാണിച്ചു തരുന്നുണ്ട്. സിനിമയുടെ കഥയും ഇത് തന്നെയാണ്. ശ്രീവിദ്യ എന്ന കഥാപാത്രത്തെ നമ്മൾ ഈ സിനിമ കാണുമ്പോൾ ഒരുപാട് സ്മരിക്കും. കാരണം ആ രീതിയിൽ ബ്യൂട്ടിഫുള്ളായിട്ട് ശ്രീവിദ്യ തൻ്റെ ക്യാരക്ടർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സിനിമയുടെ കഥയുടെ ഡീറ്റെയിൽസിനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. സിനിമ നിങ്ങൾ കണ്ടു നോക്കുക. പക്ഷേ കണ്ടോ എന്ന് പറയാനായിട്ട് ഈ സിനിമ ഇന്ന് ഒരു പ്ലാറ്റ്ഫോമിലും അവൈലബിൾ അല്ല. സിനിമയുടെ ഛായാഗ്രഹണം കൈകാര്യം ചെയ്തിരിക്കുന്നത് അശോക് കുമാറാണ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ സിനിമ സജസ്റ്റ് ചെയ്യാനായിട്ട് ഈ സിനിമ ഒരു പ്ലാറ്റ്ഫോമിലും അവൈലബിൾ അല്ല. ഒരുപാട് ആളുകൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ അതൊന്നും ഒരു പ്ലാറ്റ്ഫോമിലും അവൈലബിൾ അല്ല. നിങ്ങളിൽ ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണെന്ന് നിങ്ങൾ പറയുക. കാണാത്തവരുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പുതിയൊരു പത്മരാജൻ പടമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും